മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. ഒപ്പം തന്നെ ഈ നിയുക്ത മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങും വൈകുന്നേരം ഉണ്ടാകും. സന്നിധാനത്തെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കണ്ണൻ നായർ നമ്മളോടൊപ്പമുണ്ട് സന്നിധാനത്ത് നിന്നും. കണ്ണൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ശബരിമല നട തുറക്കാൻ പോവുകയാണ്. ഇനി മാലയിട്ട് വ്രതമെടുത്ത് പടി ചവിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയ്യന്മാര് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെയും അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? നാളെ വൃശ്ചികം 1 അപ്പോൾ കണ്ണൻ പതിവ് പോലെ തന്നെ ശബരിമലയിൽ എത്തിയിട്ടുമുണ്ട്. എങ്ങനെയുണ്ട് സന്നിധാനത്തെ കാഴ്ചകളൊക്കെ? പൂജ സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി സന്നിധാനം കാത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തും. നമ്മളിപ്പോൾ കാണുന്നത് 18-ാം പടിയുടെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിന് സമാനമായിരിക്കില്ല വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു സൂചി കുത്താനിടമില്ലാത്ത തരത്തിൽ ഓരോ ഭക്തന്മാരും സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. രാവിലെ ചെറിയ രീതിയിലുള്ള തിരക്ക് ഇവിടുത്തെ ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ 11-12 മണിയോടുകൂടി അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് കടത്തിവിടുക. വൈകിട്ട് 5 മണിക്ക് ശ്രീകോവിൽ നട തുറക്കും. ആ സമയത്ത് ഇവിടെ ശരണം വിളികളാൽ മുഖരിതമാകും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം 18 മലകളും കടന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുതന്നെയാണ് മുൻകാലങ്ങളിലുള്ള കാഴ്ച. അതിനുശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി, അദ്ദേഹത്തിൻ്റെ ഇന്ന് തിരിച്ചിറങ്ങുന്ന ദിവസമാണ്, അദ്ദേഹത്തെ അവസാനമായി ഇന്ന് ശ്രീകോവിൽ നട തുറക്കും. വൈകിട്ട് 5 മണിക്ക് അദ്ദേഹം ശ്രീകോവിൽ നട തുറക്കും. അരുൺകുമാർ നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറക്കുന്നതും. അതിനുശേഷം അദ്ദേഹം നേരെ 18-ാം പടി ഇറങ്ങി താഴേക്ക് വന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ആഴിയിൽ അഗ്നി പകർന്ന ശേഷം ആ സമയത്ത് ഇവിടുത്തെ പുതിയ മേൽശാന്തിമാർ, ശബരിമലയിലെ മേൽശാന്തി പ്രസാദ്, അതുപോലെ തന്നെ മാളികപ്പുറത്തെ മേൽശാന്തി മനു നമ്പൂതിരി, ഈ രണ്ടുപേരും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മേൽശാന്തി ഇപ്പോഴത്തെ മേൽശാന്തിയെ കാത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആ 2 മേൽശാന്തിമാരെയും കൈപിടിച്ച് 18-ാം പടിക്ക് മുകളിലേക്ക് കൊണ്ടുപോയി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കും. അതിനുശേഷം അവരുടെ ഒരു സ്ഥാനാരോഹണ ചടങ്ങുകളാണ്. ശബരിമല മേൽശാന്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് സോപാനത്തിന് മുന്നിലും മാളികപ്പുറം മേൽശാന്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് മാളികപ്പുറം ദേവീക്ഷേത്രത്തിന് മുന്നിലുമാണ് നടക്കുന്നത്. ആ 2 ചടങ്ങുകൾ മാത്രമാണ് ഇന്നുള്ളത്. വൈകിട്ട് 10 മണിക്ക് നട അടയ്ക്കും. അതിനുശേഷം നാളെ പുലർച്ചെ 3 മണിക്ക് ഇവിടെ ഈ ശ്രീകോവിൽ നട തുറക്കുമ്പോൾ പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ വലിയ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. നമുക്ക് 18-ാം പടി ഈ നടപ്പന്തൽ കടന്ന് നേരെ ഭക്തന്മാർ എത്തുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലമാണ്. തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള എല്ലാ പാപങ്ങളെയും ഒരു തേങ്ങയിൽ ആവാഹിച്ച് അവിടെ ഉടച്ച ശേഷം നേരെ സന്നിധാനത്തേക്ക് കയറുക എന്നുള്ളതാണ്. തൊട്ട് സമീപത്തായി കറുപ്പസ്വാമി അമ്മയുടെ ശ്രീകോവിലുണ്ട്. തൊട്ടപ്പുറത്ത് വലിയ കറുത്തസ്വാമിയുടെ ശ്രീകോവിലുണ്ട്. അതിനുശേഷമാണ് 18-ാം പടി. ഓരോ പടിയും തൊട്ട് തൊഴുത് കയറണമെന്നൊക്കെയാണ് ഓരോ ഭക്തന്മാരുടെയും ആഗ്രഹം. പക്ഷേ അതൊന്നും സാധിക്കുമെന്ന് തോന്നില്ല. കാര്യം അത്രത്തോളം തിരക്കായിരിക്കും. ഈ 18 പടികളും കടന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കൊടിമരച്ചൂടാണ്. കൊടിമരച്ചൂടിന് തൊട്ട് മുന്നിൽ ആപ്തവാക്യമുണ്ട്. തത്വസി എന്നുള്ള ആപ്തവാക്യമുണ്ട്. നീ ആരെ കാണാനാണോ വരുന്നത്, ആരെ കാണാനാണോ വരുന്നത്, നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ സന്ദേശം ഓതുന്ന ആപ്തവാക്യമുണ്ട്. അതിനുശേഷം ശരണം വിളിച്ചുകൊണ്ട് നേരെ ഓടിയെത്തുന്നത് അയ്യപ്പന് മുന്നിലേക്കാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കാര്യം ഓരോ വർഷവും അയ്യപ്പനെ കണ്ട് മടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് തങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു പുണ്യമായി മാറും. തങ്ങളുടെ സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും ഗുണമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ ഭക്തന്മാരെല്ലാവരും തന്നെ. ആ ഉള്ള ഭക്തന്മാർ ഇവിടേക്ക് ഒഴുകിയെത്തും. 27-ാം തീയതി മണ്ഡല ഭക്തിയുടെ ദിവസങ്ങളാണ്. ആ രീതിയിലാണ് അയ്യപ്പന്മാർ ഓരോരുത്തരും ശബരിമല ചവിട്ടാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. അപ്പോൾ